ഒരു ഞായറാഴ്ചയായിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാലോ എന്ന് കരുതിയപ്പോഴാണ് മറിയാമോ ഒന്ന് കുത്തിപ്പൊക്കി പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞത്. അവൾ വണ്ടി ഓടിച്ചോളം വെറുതെ ഒന്ന് സൈഡിൽ ഇരുന്നാൽ മതി എന്നൊരു പ്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെയും പറഞ്ഞു. അങ്ങനെ പാവനായിയെ പോലെ ഗ്ലൗസ് ഒക്കെ ഇട്ട് മറിയാമോ വണ്ടി എടുത്തു. വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ പണ്ട് ഭീമൻ്റെയൊക്കെ പറഞ്ഞ പോലെ രണ്ട് പിള്ളേരെ എടുക്കാം എന്നുള്ളൊരു പൊട്ട ബുദ്ധി എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാനും നാച്ചുവും അബിക്കുട്ടിയും പിൻസീറ്റിൽ ഇടം പിടിച്ചു. ഇവിടെ ഫ്രണ്ടിൽ കുട്ടികളെയും കൊണ്ടിരുന്നാൽ നല്ല ഫൈൻ കിട്ടും, അതുകൊണ്ട് ഞങ്ങളൊക്കെ ബാക്കിലാണ്. നാച്ചു ആണെന്നുണ്ടെങ്കിൽ അബിക്കുട്ടിയുടെ മൊബൈൽ എടുത്ത് കുറച്ച് ദിവസം വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ട്. ഇവിടെ അമ്പരചുംബികളായ നഗരങ്ങളൊന്നും ഇല്ലല്ലോ ഡാഡ എന്നുള്ളൊരു പരാതി അവനിടയ്ക്ക് പറയലുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ 2-3 വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തോ ആണ്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. 2 പാർക്കിങ്ങിൻ്റെ നടുവിലായിട്ട് പറയുമ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ഇതാണ് ആർട്ട് ഹൗസ് കഫേ. ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നിങ്ങൾ വിചാരിക്കും അറിയാമോ ഏതോ ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചിട്ട് വന്നേക്കണമെന്ന്. അല്ല, ഇത് വേറെ എന്തോ സംഭവമാണ്, കഫ്താൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. എന്തായാലും അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ നേരെ കഫേയുടെ ഉള്ളിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആർട്ട് ഹൗസ് കഫേ. ഇത് നമ്മുടെ ബത്തീനിലാണുള്ളത്. അബുദാബിയിൽ ഖലിദി എല്ലാം കഴിഞ്ഞിട്ടുള്ള ബത്തീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കഫേ ഉള്ളത്. ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസും നല്ല തുറസായ ഒരു സ്ഥലമൊക്കെ ഉള്ള നല്ല വൈബും നല്ല ആംബിയൻസും ഉള്ള ഒരു സ്ഥലം. മറിയാമ നേരെ മെനു ഒക്കെ എടുത്ത് പരിശോധന തുടങ്ങി. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇതിൽ പോയി കിട്ടും. ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് അത്ര സമയം വരത്തില്ല. ഇതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലുള്ള എല്ലാവരും ഫുഡൊക്കെ അടിച്ച് വയറൊക്കെ നിറഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഇവള് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞത്. ഇവള് രാവിലെ തുടങ്ങി പട്ടിണി കിടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണമായിരുന്നു എന്തോ ഒരു പണി വരാനുണ്ടെന്നുള്ളത്. അത്രയ്ക്ക്